ഒരൊറ്റ ചോദ്യം, എത്ര തവണ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആർഗ്യുമെന്റ്സിൽ ഈ പറയാൻ പോകുന്ന ഡയലോഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്? എപ്പോഴും ഞാനാണ് സോറി പറയണത്, നിനക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലേ, ഇപ്പം നീയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, ഞാനല്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? ഇൻകോമ്പാറ്റബിലിറ്റി ആണോ? പ്രണയം കുറഞ്ഞു പോകുന്നതാണോ? ഇതൊന്നുമല്ല, ഇത് നിങ്ങളുടെ ഈഗോ ആണ്. എൻ്റെ പേര് മനീഷ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഒപ്പം. ഈഗോ എന്ന് പറയുന്നത് ഒരു അദൃശ്യ വ്യക്തിയാണ്. അതുകൊണ്ടാണ് പല സമയങ്ങളിലും നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതും അവിടെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നതും ഇമോഷണലി ഡിസ്റ്റൻ്റ് ആവുന്നതും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഭയങ്കര ക്ലിയർ ആയിട്ട് ആലോചിക്കണം. ഈഗോ ഒരിക്കലും സെൽഫ് റെസ്പെക്റ്റ് അല്ല, ഈഗോ ഒരിക്കലും കോൺഫിഡൻസും അല്ല. ഈഗോ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത, എന്നാൽ നമ്മൾ നമുക്ക് തന്നെ തരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള എക്സസീവ് ഇമ്പോർട്ടൻസ് ആണ്. സോ ഈഗോ എന്നുള്ളത് ഒരു സെൽഫ് ഇൻഫ്ലേറ്റഡ് ഇമേജ് ആണ്. അതായത് തെറ്റുകൾ സമ്മതിക്കാനോ കുറവുകൾ അംഗീകരിക്കാനോ പറ്റാതെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഊതിപ്പെരിപ്പിച്ച ഒരു ആത്മാഭിമാനത്തിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഈഗോ വരുന്നത്? ഹൗ ഇസ് ഇറ്റ് ഫോമിങ്? ചൈൽഡ്ഹുഡിലിരുന്നാണ് ആക്ച്വലി ഈഗോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. തെറ്റുകൾ സമ്മതിക്കുന്ന സമയത്ത് കോൺസ്റ്റൻ്റ്ലി വഴക്ക് കിട്ടുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിക്ക് എപ്പോഴും ഈഗോ വെച്ചിട്ട് അവൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഭയങ്കരമായിട്ട് പ്രശംസകൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടി, അതായത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അപ്രൈസൽസ് മാത്രം കിട്ടിക്കൊണ്ട് വരുന്ന കുട്ടിക്കും അവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ അവന് പറ്റത്തില്ല. അവിടെയും ഈഗോ ഫോം ചെയ്യും. റിജക്ഷനും ക്രിറ്റിസിസവും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ട് വരുന്ന കുട്ടികളും ഇനി ഒരിക്കലും വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈഗോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ ഇസ് എ ഡിഫെൻസ് മെക്കാനിസം. സൈക്കോളജിക്കലി ഈഗോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അമിഗ്ഡാലയും പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും തമ്മിലുള്ള ഒരു ലിങ്കാണ്. എപ്പോഴാണ് അമിഗ്ഡാല വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഇമോഷണലി അറ്റാക്ക് ചെയ്യപ്പെടുന്ന സമയത്ത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ട്രിഗർ ആവുന്നു. അതേപോലെ തന്നെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എപ്പോഴും കാര്യങ്ങളെ റാഷണലൈസ് ചെയ്യാനാണ് ശ്രമിക്കുക, അല്ലേ? സോ നമ്മളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുകയോ നമ്മളെ ആരെങ്കിലും ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ രണ്ട് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സും എമിഗ്ഡാലയും കൂടെ ലിങ്ക് ചെയ്തിട്ട് നമ്മളെ ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന വിധത്തിൽ ഡിഫെൻഡ് ചെയ്യാനോ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഈഗോ വെച്ചിട്ടാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യപ്പെടുന്നത്. അത് ബ്രെയിനിൻ്റെ ഒരു നോർമലും നാച്ചുറലും ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ത്രൂ പ്രാക്ടീസ് നമുക്ക് ഈ റിയാക്ട് എന്നതിലിരുന്ന് റെസ്പോണ്ടിലോട്ടേക്ക് മാറ്റാൻ പറ്റും. ഇനി റിലേഷൻഷിപ്പിലോട്ടേക്ക് വരുന്ന സമയത്ത് ഈഗോ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യണത്? ഫസ്റ്റ് വൺ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവും. കാരണം ഈഗോ വളർന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് സോറി പറയാനോ അല്ലെങ്കിൽ എൻ്റെ തെറ്റാണെന്ന് സമ്മതിക്കാനോ ബുദ്ധിമുട്ട് വരും. അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ ബ്രേക്ക് ചെയ്യപ്പെടും. രണ്ട്, പ്രണയം, നിങ്ങളുടെ ഇടയിലുള്ള സ്നേഹം നഷ്ടമാകും, ലവ് റെഡ്യൂസ് ആകും. കാരണം ഈഗോ ഉള്ള ഒരു മനുഷ്യന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം പാർട്ട്ണർക്ക് എപ്പോഴും അൺഹേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. അവർ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അവിടെ അപ്പം പ്രണയം നഷ്ടമാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മൂന്ന്, റിസൻമെൻറ്റ് കൂടും, അതായത് നീരസം വളരും. പ്രണയം ഇല്ലാതിരിക്കുന്ന സമയത്ത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൂടെ പാർട്ട്ണർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങളിടയിലുള്ള നീരസം കുറയും, ഇമോഷണലി ഡിസ്കണക്റ്റ് ആവും. പ്രണയവും നീരസവും ഒക്കെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് പാർട്ട്ണർക്ക് വൾണറബിൾ ആവാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങളിടയിൽ ഇമോഷണലി ഡിസ്കണക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇമോഷണലി നമ്മൾ വൾണറബിൾ അല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കവിടെ ഇൻറ്റിമസിയും ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ റിലേഷൻഷിപ്പിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈഗോ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഈഗോ ആണ് ഉള്ളത് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കതിലിരുന്ന് വ്യത്യാസം വരുത്താം? ഒന്നാമത്തത് സെൽഫ് അവെയർനെസ് ആണ്. തെറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കുക. കോൺസ്റ്റൻ്റ്ലി ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക, ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണോ പറയേണ്ടത്, ഇവിടെ ഞാൻ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആണോ കൊടുക്കേണ്ടത്, ഞാൻ അവളെ കേൾക്കാതെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് ബുദ്ധിമുട്ടാണോ വരുത്തുന്നത് എന്ന് നമ്മൾ നമ്മുടെ ബിഹേവിയറിനെ കോൺസ്റ്റൻ്റ്ലി അനലൈസ് ചെയ്യുക. സെക്കൻഡ് തിങ്, സ്റ്റോപ്പ് ഡിഫെൻഡിങ്, സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നമ്മുടെ തെറ്റുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആൾ പറയുന്നത് കേൾക്കാതിരിക്കുന്നതിലോ ഇരുന്ന് മറ്റേ ആളെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അവർ പറയണത് കേൾക്കുക, എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ളത് ആലോചിക്കുക, അവളുടെ ആ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 3, അപ്പോളജൈസ് വെൻ നെസസറി. ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിക്കുക.
പാർട്ട്ണറിൻ്റെ അടുത്ത് വൾണറബിൾ ആയിട്ട് തന്നെ കാണിക്കുക, ബിക്കോസ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കും. 4, ഇമോഷണൽ ഇൻ്റലിജൻസ് വളർത്തുക. അതായത് പാർട്ട്ണറിന് എന്താണോ ഫീൽ ചെയ്യണത് അതൊന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്താണോ ഫീൽ ചെയ്യണത് അത് നമ്മുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടാണോ, നമ്മുടെ ആ ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു മൈൻഡ് കൊണ്ടാണോ, നമുക്ക് ഡിഫെൻഡ് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇമോഷൻസ് ഹെൽത്തി ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. 5, ടോക്ക് ടു യുവർ പാർട്ട്ണർ ഓപ്പൺലി. ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തോ ആയിക്കോട്ടെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഈഗോയിലിരുന്ന് കുറച്ചെങ്കിലും ഡിഫറൻസ് വരുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഈഗോ ഉള്ള ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ, ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിസിഷൻസും എടുക്കേണ്ടത്. എങ്കിൽ പോലും ആ ഒരു ഈഗോനെ മറന്ന് ആൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ യെസ്. അങ്ങനെയല്ല, വീണ്ടും വീണ്ടും ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ യു ഷുഡ് ഗിവ് എ സെക്കൻഡ് തോട്ട്. ഈഗോ എല്ലാവർക്കും ഉള്ളതാണ്. ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും ഈഗോ വരുന്നുണ്ടല്ലേ. പക്ഷേ അതെങ്ങനെ ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈഗോ ഹാൻഡിൽ ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ ഈഗോ മാനേജ് ചെയ്യണ സമയത്തോ നമുക്ക് ട്രസ്റ്റും എംപത്തിയും ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ഒക്കെ അനിവാര്യമാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. കൂടുതൽ മെൻ്റൽ ഹെൽത്ത് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.